ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ഒബേജ് എന്നൊരു കമ്പനിയുടെ 2.1 ഹോം തിയേറ്റർ സിസ്റ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒബേജ് എന്നത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഒരു 10 ഇഞ്ചിൻ്റെ ഒരു മാസീവ് സബ്വൂഫറാണ്. നല്ല വെയിറ്റ് ആണ് ഇതിന് സബ്വൂഫർ. പക്ഷേ നല്ല ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൂമിലൊക്കെ വെച്ചാൽ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റം തന്നെയാണിത്. അതിൻ്റെ സാറ്റലൈറ്റ് സ്പീക്കറും ഉണ്ട്. റിമോട്ട്, ബേസിക് ആയിട്ടുള്ള ബ്രോഷേഴ്സ് എല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു LED ഡിസ്പ്ലേ, അതിൽ നമ്മൾ റിമോട്ട് നിൽക്കുന്നതിനനുസരിച്ച് ഡിസ്പ്ലേ കാണാം. ഫ്രണ്ടിൽ പെൻഡ്രൈവ് സ്ലോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പിന്ന് ഒരു ഫീമെയിൽ പിന്നാണ് വരുന്നത്. അത് നല്ല ടൈറ്റായിട്ട് നമുക്ക് ബാക്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഇളകി പോകുന്ന വിഷയമൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ നല്ല ഫീച്ചേഴ്സ്, ഒരുപാട് കണക്ടിവിറ്റി സോഴ്സസുകൾ ഈ ഒരു ഹോം തിയേറ്ററിലുണ്ട്. സാധാരണ സൗണ്ട് ബാറിൽ മാത്രം കാണുന്ന ഒരു ഫീച്ചേഴ്സാണ് HDMI ARC സപ്പോർട്ട്. ARC സപ്പോർട്ട് ഇങ്ങനെ 2.1 അല്ലെങ്കിൽ 5.1 ഹോം തിയേറ്ററുകളിൽ വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു മോഡലിൽ ARC കണക്ടിവിറ്റി ഉണ്ട്. HDMI സ്ലോട്ട് അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. TV-യിൽ നിന്ന് ARC വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി, നമ്മൾ ബ്ലൂടൂത്ത് ഒപ്റ്റിക്കലൊക്കെ കണക്ട് ചെയ്യുന്നതിനേക്കാൾ ക്ലാരിറ്റിയിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ സാധാരണ ഒപ്റ്റിക്കൽ പോർട്ട് വരുന്നുണ്ട്. സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ FM കണക്ടിവിറ്റി ഉണ്ട്. നിങ്ങളുടെ ഏരിയയിൽ അത്യാവശ്യം FM സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി സൗണ്ട് തന്നെ കേൾക്കാൻ കഴിയും. ഈ ഹോം തിയേറ്ററിൻ്റെ ടോട്ടൽ ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 250 വാട്ട് RMS ആണ്. വൂഫറിൻ്റെ വാട്ട് 150 വാട്ടാണ്. അതിൻ്റെ ബേസ് റിഫ്ലക്സർ സ്പീക്കറിൽ 50 വാട്ടാണ്. അതിൽ ട്വീറ്ററും ഉണ്ട്. സാറ്റലൈറ്റ് സ്പീക്കേഴ്സിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ 4 ഇഞ്ചിൻ്റെ മിഡ് റേഞ്ച് ഡ്രൈവേഴ്സാണ്. വൂഫറിൻ്റെത് 10 ഇഞ്ച് ഡ്രൈവർ, അതിൽ ട്വീറ്റേഴ്സ് 2.5 ഇഞ്ചിൻ്റെ ഡ്രൈവേഴ്സും വരുന്നുണ്ട്. ഈ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഫ്ലാറ്റ് സിഗ്നേച്ചർ സൗണ്ടാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്. ബേസ് നല്ല തമ്പി ബേസ് ഉണ്ടെങ്കിലും നമ്മുടെ റൂമൊക്കെ നമ്മളിങ്ങനെ കുലുങ്ങുന്ന അത്രത്തോളം ഹെവി ബേസ് അല്ല ഇതിൽ കിട്ടുന്നത്. പക്ഷേ ഉള്ള ബേസ് നല്ല ക്ലാരിറ്റി, ബേസിൽ ക്ലാരിറ്റി വരും. ഓരോ ബീറ്റ്സ് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. അത്രയും ക്ലാരിറ്റി ബേസാണ് വരുന്നത്. അതോടൊപ്പം പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഓരോ സൗണ്ട്, ഇപ്പം നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻസിൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോൾ ഓരോന്നും കൃത്യമായിട്ട് നമുക്ക് വേർതിരിച്ച് അതിൻ്റെ ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോൾ അതിൻ്റെ വോക്കൽസ് വളരെയധികം ക്ലാരിറ്റി വോയിസോട് കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു മ്യൂസിക് സിസ്റ്റമാണ്. നമ്മുടെ രാത്രിയൊക്കെ നൈറ്റിലൊക്കെ പാട്ട് കേൾക്കുന്നവർക്ക് വളരെയധികം ആസ്വദിച്ച് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ചില ബേസിക്സ് ഉള്ള സിസ്റ്റം നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് സമയം കേട്ടിരിക്കാൻ നമുക്ക് കഴിയില്ല, നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. പക്ഷേ ഇതങ്ങനല്ല, ഒരുപാട് സമയം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന സിസ്റ്റമാണിത്. ഇത് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ബേണിംഗ് പീരീഡ് ഉണ്ട്. ഒരു 10 to 15 ഹവേഴ്സ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നാച്ചുറൽ സൗണ്ടിലേക്ക് എത്തുള്ളൂ. ഞാനിപ്പോൾ അത് ഓൾമോസ്റ്റ് 2-3 വീക്സ് ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്, ഇതിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കുറച്ച് പ്രൈസ് ആണ്, എനിക്കത് ആൾമോസ്റ്റ് 9000 റേഞ്ചിലേക്ക് വന്നു ആമസോണിൽ. ഓഫർ സമയങ്ങളിൽ നമുക്ക് ഇതിലും കുറയാൻ
കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മ്യൂസിക് ചോയ്സ് ഇങ്ങനത്തെ മ്യൂസിക് ചോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒബേജിൻ്റെ 10 ഇഞ്ചിൻ്റെ ഒബേജ് 10 250 അൾട്ര എന്ന മോഡൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ പറ്റുകയാണെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ്, റിവ്യൂ വീഡിയോസും ഇതിൽ തന്നെ വരും. പിന്നെ ചുരുങ്ങിയ ചിലവിൽ ഞാൻ എൻ്റെ റൂമിൽ ചെയ്തിട്ടുള്ള ഒരു 3000 റുപ്പീസിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു 5.1 സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ. Where are they? Answer the question. The universe required correction. After that, the stones serve no purpose beyond temptation. You murdered Truly! You should be grateful. Where are the stones? Gone. Reduced to atoms. You used them 2 days ago. I used the stones to destroy the stones. It nearly